വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. 2026 തന്നെ 2 സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ വീഴാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും. നിങ്ങൾ ജാഗരൂകരായി ഇരുന്നുള്ളൂ. നിങ്ങൾ അട്ടിമറിയുടെ സാധ്യതകൾ പലയിടത്തും ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തണമെന്ന പ്രഖ്യാപനവുമായാണ് വരുന്നത്. ഇത്ര ബോൾഡായി കോൺഗ്രസ് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? കോൺഗ്രസ് വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങൾക്ക് നേതാക്കൾക്കിടയിലോ അണികൾക്കിടയിലോ ആശയക്കുഴപ്പമില്ല. താൽക്കാലികമായി EVMന്റെ മറവിൽ നേടിയെടുക്കുന്ന വിജയം അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ രീതിയിൽ ആവർത്തിക്കപ്പെടുമെന്ന് വിചാരിക്കുകയും വേണ്ട. പഞ്ചാബിലെ ഗുരുദാസ്പൂർ അടക്കം സമസ്ത മേഖലകളിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആധിപത്യം ഉണ്ടാവുകയാണ്. പഞ്ചാബിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് മിന്നുന്ന വിജയം നേടിയെടുക്കുന്നുണ്ട്. രാജസ്ഥാനിലായിരുന്നാലും ഛത്തീസ്ഗഡിലായിരുന്നാലും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളൊക്കെ കോൺഗ്രസിൻ്റെ പക്കലേക്ക് ചായുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിട്ടുള്ള കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. BJPയുമായി കോൺഗ്രസ് ബലാബലമുള്ള സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെയാണ് ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. ഇവിടെയൊക്കെ എപ്പോൾ വേണമെങ്കിലും അട്ടിമറിക്കപ്പെടാവുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ പുച്ഛിച്ചു തള്ളേണ്ട കാര്യമില്ല. രാജ്യസഭയിൽ ഇപ്പോൾ നേടിയ താൽക്കാലിക വിജയം, അതും വലിയ അനീതിയിലൂടെ അവർ അട്ടിമറി സാഹചര്യങ്ങൾ നടത്തുന്നു. കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയമോ സാവകാശമോ നൽകാതെ അവരെ അയോഗ്യയാക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ മീനാക്ഷി നടരാജൻ്റെ അയോഗ്യത ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പക്ഷപാത രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണവർ എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്നും നീതി കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ചാൽ പല രീതിയിലും ട്രബിൾ ഷൂട്ടിംഗ് നടത്താൻ കഴിയുമെന്ന് നേതൃത്വം ഒരുപോലെ അഭിപ്രായപ്പെടുകയാണ്. രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ ഈ രാജ്യത്ത് എന്തും സംഭവിക്കും. നിങ്ങളുടെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ മുഴുവൻ പ്രയോഗിച്ചാലും ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെ മറികടക്കാൻ നിങ്ങൾക്കാകില്ല. പണവും അധികാരവും കൊണ്ട് എല്ലാം വെട്ടിപ്പിടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അത് ചിലവാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം ശക്തമായി പറഞ്ഞിരിക്കുകയാണ്. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഹരിയാനയിലും മുന്നണി സംവിധാനം ബലപ്പെടുത്തി അട്ടിമറികളുടെ സാധ്യതകൾ ശക്തമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഈ 3 സംസ്ഥാനങ്ങൾ നോക്കിയാൽ അറിയാം, കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ആധിപത്യം സമസ്ത മേഖലയിലുമുണ്ട്. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കൂടുതൽ മേഖലയിലും കോൺഗ്രസ് ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്.